Good morning. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സം ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഐസൊലേഷൻ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു മെറ്റലർജി. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്ക് എടുത്ത ക്ലാസ്സുകൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. കാരണം സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മെറ്റലർജി. 4 മാർക്ക് വരെ ഇതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ പെട്ടെന്നൊന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം. നമ്മൾ മെറ്റലർജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റലർജിക്കൽ പ്രോസസ്സിനെ നമുക്ക് 3 സ്റ്റേജുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. 3 സ്റ്റേജുകളായിട്ടാണ് നമ്മൾ ഒരു മെറ്റലിനെ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം എന്ത് കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. സോ നമ്മൾ ഇന്ന് കാണുന്ന ഒരു മെറ്റൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ 3 സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോകണം. ഒന്നാമത്തെ സ്റ്റേജാണ് ഇത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. അതായത് ഓറിൽ ഒരുപാട് തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവും. ആ മാലിന്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗാങ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യണം. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ഓർ. എക്സ്ട്രാക്ഷൻ അല്ല, കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്ത ഓറിൽ നിന്നും എന്തിനെ വേർതിരിക്കണം? മെറ്റലിനെ വേർതിരിക്കണം. ആ പ്രോസസ്സാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അങ്ങനെ റിഫൈൻ ചെയ്ത് കിട്ടുന്ന മെറ്റലിലും ചെറിയ രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് ശുദ്ധി വരുത്തുക അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുക. അതാണ് അവസാനത്തെ സ്റ്റേജ്, റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതാണ്. ഇതിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, ആ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിന് കുറച്ച് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോളിക് വാഷിംഗ്. പിന്നെ പഠിച്ചത് എന്തായിരുന്നു? ഹൈഡ്രോളിക് വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് സെപ്പറേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. പിന്നെ നമ്മൾ പഠിച്ചത് ലീച്ചിങ്. ഇങ്ങനെ 4 സ്റ്റേജിലൂടെ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ആയ നമ്മുടെ ഗാങ്ങിനെ റിമൂവ് ചെയ്യാം. ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്, ലീച്ചിങ്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അത് നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ 2 സ്റ്റേജുകളായിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്നാമത്തെയാണ് ഇത് കൺവേർഷൻ ടു ഓക്സൈഡ്. പിന്നത്തെയോ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറിൽ നമ്മൾ 2 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ മെറ്റലിനെ അതിന്റെ ഓക്സൈഡ് ആയിട്ട് കൺവേർഷൻ ചെയ്യും. അതാണ് കൺവേർഷൻ ടു ഓക്സൈഡ്. രണ്ടാമത്തെ ആ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് പ്യുവർ മെറ്റൽ ആക്കിയിട്ട് നമ്മൾ മാറ്റും. അതിന് കൺവേർഷൻ ടു ഓക്സൈഡ് നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നേതാ? കാൽസിനേഷൻ. രണ്ടാമത്തേതാ? റോസ്റ്റിംഗ്. സോ കാൽസിനേഷനും റോസ്റ്റിംഗും എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്? കൺവേർഷൻ ടു ഓക്സൈഡ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാൽസിനേഷൻ, പ്രസൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതാണ്? റോസ്റ്റിംഗ്. അപ്പോൾ ആദ്യത്തെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓറിലെ ആദ്യത്തെ മെത്തേഡാണ് കൺവേർഷൻ ടു ഓക്സൈഡ്. അതിൽ 2 സ്റ്റേജുകൾ കാൽസിനേഷനും റോസ്റ്റിംഗും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യുക, അതാണ് ഇത് കാൽസിനേഷൻ. പ്രസൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇത് റോസ്റ്റിംഗ്. പിന്നെ
റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്സ് ടു ദ മെറ്റൽ. നമ്മൾ ഇതുവഴി കിട്ടുന്ന ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻസ് ലൈക്ക് കാർബൺ ആവാം, കാർബൺ മോണോക്സൈഡ് ആവാം, അത് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് പ്യുവർ മെറ്റൽ ആക്കിയിട്ട് നമ്മൾ മാറ്റും. അതാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്സ് ടു ദ മെറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെയും അവസാനത്തെയുമായുള്ള സ്റ്റേജ് ആണ് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. നമ്മുടെ ഓറിൽ അടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസിനും കൂടി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുക. അതാണ് ഇത് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാ സ്റ്റേജുകൾ. നമ്മൾ കുറച്ച് മെത്തേഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേതാണ് ഡിസ്റ്റിലേഷൻ. കുറച്ച് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാണ് ഇത് ഡിസ്റ്റിലേഷൻ, പിന്നെ പഠിച്ചത് ലിക്വേഷൻ, പിന്നെ പഠിച്ചത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്, പിന്നെ പഠിച്ചത് സോൺ ഫേസ് റിഫൈനിങ്, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് പറയാനുള്ളതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ റിഫൈൻ ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് ഇത് ഡിസ്റ്റിലേഷൻ, രണ്ടാമത്തെ മെത്തേഡാണ് ലിക്വേഷൻ, മൂന്നാമത്തെയാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്, നാലാമത്തെയാണ് സോൺ ഫേസ് റിഫൈനിങ്. ഓരോന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം. ഡിസ്റ്റിലേഷൻ എന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എന്താ ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരെ റിമൂവ് ചെയ്യാം. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരെ നമ്മൾ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് ഡിസ്റ്റിലേഷൻ. രണ്ടാമത്തെ ലിക്വേഷൻ. എന്താ? ലോ ബോയിലിംഗ് പോയിന്റ് മാറ്റിയിട്ട് എന്താക്കുക? ലോ മെൽറ്റിംഗ് പോയിന്റ് ആക്കുക. ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരെ മെൽറ്റ് ചെയ്തിട്ട് റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിന്ന് എക്സാമ്പിൾ ആണ്. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് ലിക്വേഷൻ. മൂന്നാമത്തെയാണ് ഇത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. എന്താ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ട്രോളിസിസ് ആണ് അതിന്റെ പ്രിൻസിപ്പിള്. നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുത്തു, അതിലേക്ക് ഒരു കാത്തോഡും ഒരു ആനോഡ് ഇൻസേർട്ട് ചെയ്തു, പിന്നെ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ എന്ത്? ഇംപ്യൂർ മെറ്റൽ. ഇത് ഇംപ്യൂർ മെറ്റൽ, ഇതാണ് ഇംപ്യൂർ മെറ്റൽ. ഇത് അതിന് നമുക്ക് ആനോഡ് എന്ന് വിളിക്കാം. ഇത് പ്യുവർ മെറ്റൽ. ഇതെന്താണ്? പ്യുവർ മെറ്റൽ. അതിനെ നമുക്ക് കാഥോഡ് എന്ന് വിളിക്കാം. ഇനി ഇത് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഇംപ്യൂർ മെറ്റലിലെ മെറ്റൽസ് മാത്രം, മെറ്റൽ അയോൺസ് മാത്രം എവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും? കാത്തോഡിന്. പക്ഷെ ഇമ്പ്യൂരിറ്റീസ് വരില്ല. അങ്ങനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കുന്ന മെത്തേഡാണ് ഇത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. ഹിയർ impure metal is taken as anode and pure metal is taken as cathode. Okay, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു സോൺ ഫേസ് റിഫൈനിങ്. എന്താണ് സോൺ ഫേസ് റിഫൈനിങ്? അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്? ഓരോരോ സോണുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. ഓരോരോ സോണുകളായിട്ടാണ് നമ്മൾ അതിനെ റിഫൈൻ ചെയ്യുന്നത്. ഒരു മൊബൈൽ ഹീറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന നമ്മുടെ മെറ്റലിന്റെ ഒരു പീസ്, മെറ്റൽ റിഫൈൻ ചെയ്യാനുള്ള ഒരു മെറ്റലിന്റെ പീസ് എടുത്തു. എന്നിട്ട് മൊബൈൽ ഹീറ്റർ എടുത്തിട്ട് ഇവിടെ ചൂടാക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ എന്താകും? വോൾട്ടൈലാണ്. അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അടുത്ത റീജിയനിലേക്ക് നീങ്ങും. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഹീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ഇമ്പ്യൂരിറ്റീസ് മുഴുവനും എവിടെ വന്നെന്നറിയും? ഈ എഡ്ജിൽ വന്നെന്നറിയും. ആ ഭാഗത്തെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? പ്യുവർ ആയിട്ടുള്ള നമ്മുടെ മെറ്റൽ ആയിരിക്കും. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് വാട്ട്? സോൺ ഫേസ് റിഫൈനിങ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുക? റിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 കെമിസ്ട്രി ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡയഗ്രം നിങ്ങളൊന്ന് വരച്ചു വെച്ചോളൂ. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഡയഗ്രം നിങ്ങളൊന്ന് വരച്ച് വെച്ചോളൂ. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ 2 ക്ലാസ്സിലെടുത്ത എല്ലാ പോയിന്റ്സും ഒരുമിച്ച് അങ്ങോട്ട് കിട്ടുകയാണ്. സോ ഈ ഡയഗ്രം ഒന്ന് വേഗം വരച്ചെടുക്കൂ എല്ലാവരും.
വരച്ചെടുക്കുക. വരച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ചെയ്തോളൂ. ഈ പറയുന്ന 2 പോയിന്റ് കൂടി നമുക്ക് പഠിക്കാണ്ട്, അതുകൂടി ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാം. വേപ്പർ ഫേസ് റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്. ലാസ്റ്റ് വൺ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്, ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. അത് നമ്മുടെ റിഫൈനിങ്ങിൽ പെടുന്നതാണ്. അപ്പൊ അത് രണ്ടും കൂടി എഴുതി വെച്ചോളൂ. ലാസ്റ്റത്തെ 2 ഏതൊക്കെയാണ്? വേപ്പർ ഫേസ് റിഫൈനിങ്, 6ാമത്തെ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. അതും കൂടി ഇതിനോടൊപ്പം എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൈക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ റിഫൈനിങ് ഓഫ് ദ മെറ്റൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ സോൺ ഫേസ് റിഫൈനിങ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോൺ ഫേസ് റിഫൈനിങ് നോട്ട് എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ. വാട്സാപ്പിലേക്ക് കമന്റ് ചെയ്താൽ മതി, ഞാൻ എഴുതിത്തരാം. ഓക്കെ, സോൺ ഫേസ് റിഫൈനിങ് പറഞ്ഞു. അടുത്തതാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. വേപ്പർ ഫേസ് റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്. എന്താണ് വേപ്പർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ പെട്ടെന്ന് വോളറ്റൈലായിട്ട്, പെട്ടെന്ന് ബാഷ്പീകരണ സ്വഭാവം കാണിക്കുന്ന മെറ്റൽസിനെ നമുക്ക് റിഫൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് ഇത് വേപ്പർ ഫേസ് റിഫൈനിങ്. എന്താണ് വേപ്പർ വോളറ്റൈൽ? എന്താ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെട്ടെന്ന് ബാഷ്പീകരണ സ്വഭാവം, പെട്ടെന്ന് ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് വിട്ടുപോകാനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് വോളറ്റൈൽ. പെട്ടെന്ന് ബാഷ്പീകരണ സ്വഭാവം കാണിക്കുന്ന തരത്തിലുള്ള മെറ്റൽസിനെ നമുക്ക് റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് വേപ്പർ ഫേസ് റിഫൈനിങ്. ഓക്കെ, അപ്പൊ ഈ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ 2 തരത്തിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എത്ര തരത്തിലുള്ള കണ്ടീഷൻ വേണം? 2 തരത്തിലുള്ള കണ്ടീഷൻ. കണ്ടീഷൻ: the metal should form a volatile compound. And the volatile compounds should be easily decomposable. സോ ഈ 2 കണ്ടീഷൻസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് റിഫൈനിങ് നടത്താൻ? വേപ്പർ ഫേസ് റിഫൈനിങ് നടത്താൻ. നോക്കിക്കോളൂ, ഒന്നാമത്തെയാണ് ഇത് ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട്. വോളറ്റൈൽ ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് ആ ഒരു സ്റ്റേജിന് അത്ര സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കും വേപ്പർ ഫേസിലേക്കും മാറിപ്പോകും. അത്തരത്തിലുള്ള വോളറ്റൈൽ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ആളായിരിക്കണം ആര്? നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റൽ. നമ്മൾ ഉണ്ടാക്കിയ വോളറ്റൈൽ കോമ്പൗണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം? ഡീകമ്പോസ് ചെയ്തിട്ട് അതിന്റെ മെറ്റലിലേക്ക് തിരിച്ച് വരികയും വേണം. സോ 2 കണ്ടീഷനാണ് വേപ്പർ ഫേസ് റിഫൈനിങ് ഉപയോഗിക്കാൻ വേണ്ടത്. ഒന്നാമത്തെ, ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട്. വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യണം. ഈ വോളറ്റൈൽ കോമ്പൗണ്ട് ഷുഡ് ബി ഈസിലി ഡീകമ്പോസിബിൾ ടു ഗിവ് പ്യുവർ മെറ്റൽ. ആ വോളറ്റൈൽ കോമ്പൗണ്ട് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായി മാറും വേണം? പ്യുവർ മെറ്റൽ ആയിട്ട് മാറും വേണം. അല്ലാതെ വോളറ്റൈൽ കോമ്പൗണ്ട് അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ഉണ്ടാക്കാതെ പ്യൂരിഫൈ നടക്കില്ല. നമ്മൾ ഫോം ചെയ്ത വോളറ്റൈൽ കോമ്പൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് എവിടേക്ക് എത്തണം? പ്യുവർ മെറ്റലിലേക്ക് എത്തണം. സോ ദിസ് ഈസ് കോൾഡ് വേപ്പർ ഫേസ് റിഫൈനിങ്.
അപ്പൊ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്ന ആ മെത്തേഡ് ചൂസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യപ്പെടണം? സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. ഒന്നാമത്തെ ഏതാ? ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട്. ആ മെറ്റൽ എന്ത് ഫോം ചെയ്യണം? ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യണം. രണ്ടാമത്തെ, ആ വോളറ്റൈൽ കോമ്പൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറണം? പ്യുവർ മെറ്റൽ ആയിട്ട് മാറണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ചൂസ് ചെയ്യാം? വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്ന മെത്തേഡ് ചൂസ് ചെയ്യാം. ഇനി വേപ്പർ ഫേസ് റിഫൈനിങ് നമ്മൾ രണ്ട് തരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്. രണ്ട് മെത്തേഡിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് വാൻ ആർക്കൽ മെത്തേഡ്, രണ്ട് മോൺസ് പ്രോസസ്. സോ വേപ്പർ ഫേസ് റിഫൈനിങ് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ വാൻ ആർക്കൽ മെത്തേഡ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ഏത് വഴി ചെയ്യാം? മോൺസ് പ്രോസസ് ചെയ്യാം. സോ ഇത് രണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ വാൻ ആർക്കൽ മെത്തേഡ്, നമ്മുടെ വേപ്പർ ഫേസ് റിഫൈനിങ്ങിന്റെ ഒന്നാമത്തെ മെത്തേഡായ വാൻ ആർക്കൽ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഉപയോഗിക്കുന്നത് വാൻ ആർക്കൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ റിഫൈനിങ് ഓഫ് സിർക്കോണിയം or titanium. സിർക്കോണിയം അല്ലെങ്കിൽ ഏതാണ്? ടൈറ്റാനിയം എന്ന് പറയുന്ന മെറ്റൽസിന്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? വാൻ ആർക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞതാ, വേപ്പർ ഫേസ് റിഫൈനിങ് രണ്ട് മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഏത് ചെയ്യാം? വാൻ ആർക്കൽ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിലോ നമ്മുടെ മോൺസ് പ്രോസസ് വഴി ചെയ്യാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വാൻ ആർക്കൽ മെത്തേഡ് ആണ്. ഓക്കെ, വാൻ ആർക്കൽ മെത്തേഡ് ഫോർ റിഫൈനിങ് ഓഫ് സിർക്കോണിയം ഓർ എന്ത്? ടൈറ്റാനിയം. സിർക്കോണിയത്തിന്റെ അതുപോലെ തന്നെ ടൈറ്റാനിയത്തിന്റെയോ റിഫൈനിങ്ങിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വാൻ ആർക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രൂഡ് മെറ്റൽ ഈസ് ഹീറ്റഡ് വിത്ത് അയഡിൻ ഫോമിങ് എ വോളറ്റൈൽ കോമ്പൗണ്ട്. അതായത് ഒന്ന് ഇവിടെ എഴുതി തരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഹിയർ crude metal is heated with iodine in an evacuated vessel. അപ്പൊ വാൻ ആർക്കൽ മെത്തേഡ് എന്തിനാ ഉപയോഗിക്കുക? സിർക്കോണിയം അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ റിഫൈനിങ്ങിനാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹിയർ ക്രൂഡ് മെറ്റൽ ഈസ് ഹീറ്റഡ് വിത്ത് അയഡിൻ. ആരും ഉപയോഗിച്ചിട്ട് ആരെ ചേർത്തിട്ട് ഹീറ്റ് ചെയ്യുന്നു? അയഡിനെ ചേർത്തിട്ട് ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ ആൻ ഇവാക്വേറ്റഡ് വെസൽ. ഒരു ഇവാക്വേറ്റഡ് വെസലിൽ വെച്ചിട്ട് നമ്മുടെ മെറ്റലിനെ അയോഡിനായിട്ട് ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് വാൻ ആർക്കൽ മെത്തേഡ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വാൻ ആർക്കൽ മെത്തേഡിന് തൊട്ട് മുമ്പേ രണ്ട് കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒന്നെന്താ? This metal should form volatile compound. മെറ്റൽ എന്ത് ഫോം ചെയ്യണം? വോളറ്റൈൽ കോമ്പൗണ്ട്. താൽക്കാലികമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു കോമ്പൗണ്ട്, പെട്ടെന്ന് വാതകാവസ്ഥയിലേക്കും ഇതിലേക്കൊക്കെ മാറാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട്. അതാണല്ലോ നമ്മുടെ വോളറ്റൈൽ കോമ്പൗണ്ട്. ആ വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ വോളറ്റൈൽ കോമ്പൗണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഡീകമ്പോസ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമാണ് അതെന്താവുള്ളൂ? ഈ വേപ്പർ ഫേസ് റിഫൈനിങ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വാൻ ആർക്കൽ മെത്തേഡ് സിർക്കോണിയം അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ റിഫൈനിങ്ങിനാണ് ഉപയോഗിക്കുക. നമ്മളിവിടെ സിർക്കോണിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? ക്രൂഡ് മെറ്റൽ ഈസ് ഹീറ്റഡ്, ചൂടാക്കണം. ആരെ ചേർത്തിട്ട്? അയഡിനെ ചേർത്തിട്ട്. എന്നിട്ട് എന്തിന് വെച്ചിട്ട്? ഒരു ഇവാക്വേറ്റഡ് വെസലില് അയഡിൻ ചേർത്തിട്ട് നമ്മൾ ക്രൂഡ് മെറ്റലിൽ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യണം. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യണം? ഒരു വോളറ്റൈൽ കോമ്പൗണ്ട്. ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യണം. ഈ കേസ് നമ്മൾ എഴുതുകയാണെങ്കിൽ സിർക്കോണിയം Zr plus 2I2 gives ZrI4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ട് ആയിരിക്കും? വോളറ്റൈൽ കോമ്പൗണ്ട് ആയിരിക്കും. അതിന് പെട്ടെന്ന് അവിടെ സ്ഥിരത ഉണ്ടായിരിക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ഗ്യാസ് സ്റ്റേറ്റിലേക്കോ മറ്റിലേക്കോ മാറും. അപ്പോൾ Zr plus 2I2 gives ZrI4. Zr എന്ന് പറഞ്ഞാൽ സിർക്കോണിയം,
അത് അയഡിനുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ZrI4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ആ ZrI4 എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്തായിരിക്കും? വോളറ്റൈൽ കോമ്പൗണ്ട് ആയിരിക്കും. ഇനി ZrI4നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഹീറ്റ് ചെയ്യുന്നു യൂസിങ് എ ടങ്സ്റ്റൺ ഫിലമെന്റ്. എന്തുപയോഗിച്ചിട്ട്? ടങ്സ്റ്റൺ ഫിലമെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ഹൈ ആയിട്ടുള്ള ഹീറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഹീറ്റ് ഏകദേശം 1800 കെൽവിൻ ടെമ്പറേച്ചറിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് Zr+2I2 ആയിട്ട് മാറും. പക്ഷെ ഈ സിർക്കോണിയം പ്യുവർ ആയിട്ടുള്ള എന്തായിരിക്കും? സിർക്കോണിയം ആയിരിക്കും. നമ്മുടെ ഒരു തരത്തിലുള്ള ഇംപ്യൂരിറ്റീസും അതിലവിടെ ഉണ്ടായിരിക്കില്ല. സോ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വാൻ ആർക്കൽ മെത്തേഡ്. Van Arkel method is mainly used for the refining of zirconium or എന്താണ്? ടൈറ്റാനിയം. എങ്ങനെ ചെയ്യുന്നത്? ഹിയർ ക്രൂഡ് മെറ്റൽ ഈസ് ഹീറ്റഡ് വിത്ത് അയഡിൻ. നമ്മൾ എടുക്കുന്ന മെറ്റലിന് നമ്മൾ അയോഡിൻ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു ഒരു ഇവാക്വേറ്റഡ് വെസലിൽ വെച്ചിട്ട്. അപ്പൊ എന്തുണ്ടാവും? ആ സിർക്കോണിയവും അയഡിനും ചേർന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ഉണ്ടാവും. ഏതാണ് ആ വോളറ്റൈൽ കോമ്പൗണ്ട്? ZrI4. അതൊരു വോളറ്റൈൽ കോമ്പൗണ്ട് ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യും. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആരുടെ പ്രസൻസിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിനോടൊപ്പം ചേർത്തിട്ട് ZrI4നെ ഹീറ്റ് ചെയ്താൽ ഏകദേശം 1800 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ZrI4 വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് Zrഉം അയഡിനായിട്ട് നമുക്ക് കിട്ടും. ഈ Zr എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്യുവർ ആയിരിക്കും. അതിൽ എല്ലാ തരത്തിലുള്ള ഇംപ്യൂരിറ്റീസും പോയിട്ടുണ്ടാവും. So this method is called Van Arkel method for refining of zirconium or titanium. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. വേഗം എഴുതാം. ആദ്യമായിട്ട് കൊടുക്കാം കേട്ടോ. Van Arkel method for refining of അങ്ങനെ എഴുതിക്കോളൂ. Van Arkel method for refining of zirconium or titanium. Van Arkel method for refining of zirconium or titanium. Okay, എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. എഴുതാം. Here crude metal is heated with iodine in an evacuated vessel. Here crude metal is heated with iodine in an evacuated vessel. Full stop. The metal forms its volatile iodide. The metal forms its volatile iodide. Equation എഴുതിക്കാം. Zr+2I2 gives Zr+2I2 gives ZrI4. ബ്രാക്കറ്റിൽ വോളറ്റൈൽ എഴുതിക്കാം. എന്നിട്ട് അടുത്ത ലൈനിൽ എഴുതാം. The metal iodide is decomposed. The metal iodide is decomposed by using a tungsten filament. Electrically heated to 1800 Kelvin.
800 Kelvin. Full stop. The pure metal is thus, the pure metal is thus deposited on the filament. Deposited on the filament. Equation എഴുതിയേക്കാം കേട്ടോ. Equation എഴുതിയേക്കാം. Okay, so this is called Van Arkel method for refining of zirconium or titanium. അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ ആണ് പറയുമ്പോൾ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഈ പറയുന്ന സിർക്കോണിയത്തിന് അയണിനെ ആയി ചേർത്തിട്ട് ഒരു വോളട്ടൈൽ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ആ വോളട്ടൈൽ കോമ്പൗണ്ടിനെ വീണ്ടും ടങ്സ്റ്റൺ ഫിലമെന്റ് ഉപയോഗിച്ചിട്ട് 1800 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് പ്യുവർ മെറ്റൽ ആയിട്ട് മാറും. പക്ഷെ അതിലൊരു തരത്തിലുള്ള ഇംപ്യൂരിറ്റീസും ഉണ്ടായിരിക്കില്ല. So that is our first method of in the vapor phase refining, Van Arkel method for refining of zirconium or in the titanium. Okay, രണ്ടാമത്തെ മെത്തേഡ് Mond's process for refining of nickel. എഴുതി കൊടുക്കുക. Mond's process for refining of nickel. Mond's process for refining of nickel. Okay. So ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഏതിന്റെ? വേപ്പർ ഫേസ് റിഫൈനിങ്ങിന്റെ രണ്ടാമത്തെ മെത്തേഡ് ആണ് Mond's process for refining of nickel. ഇവിടെ ശ്രദ്ധിച്ചോളൂ, നിക്കൽ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഏത്? Mond's process. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, which method is used for refining of nickel? ആൻസർ ഏതാണ്? Mond's process. Which method is used for the refining of zirconium or titanium? ഏതാ? Van Arkel method. Okay. സോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൺസ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ശ്രദ്ധിച്ചോളൂ. ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നിക്കൽ ഈസ് ഹീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ്. നിക്കൽ ആരുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു? ഇൻ എ സ്ട്രീം ഓഫ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസിങ് എ വോളട്ടൈൽ കോമ്പൗണ്ട് നിക്കൽ കാർബണൈഡ്. എന്താണ് ഫോം ചെയ്യുന്നത്? നിക്കൽ കാർബണൈഡ്. അതായത് Na+4CO gives NiCO4 എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഒരു ഭാഷ കൂടി പറയാം, നമ്മൾ ഉപയോഗിക്കുന്നത് മോൺസ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോൺസ് പ്രോസസ്സിൽ നിക്കൽ ഈസ് ഹീറ്റഡ്, നിക്കലിനെ ചൂടാക്കുന്നു ഇൻ ദ സ്ട്രീം ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന്റെ സ്ട്രീമിൽ നമ്മൾ നിക്കലിനെ ചൂടാക്കുന്നു. നിക്കൽ കാർബണൈൽ എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. നിക്കൽ കാർബണൈൽ എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ കോംപ്ലക്സ് അവിടെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഇത് ഹീറ്റ് ചെയ്യുന്ന ഏകദേശം 330 to 350 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. 330 to 350 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഏകദേശം അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ നിക്കലും കാർബൺ മോണോക്സൈഡും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിക്കൽ കാർബണൈൽ എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞു വോളട്ടൈൽ കോംപ്ലക്സിന് സ്റ്റേബിലില്ല. സോ അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഡീകമ്പോസ് ചെയ്യാൻ ശ്രമിക്കും. സോ ഹിയർ നിക്കൽ കാർബണൈൽ എന്ത് ചെയ്യുന്നു? ഡീകമ്പോസസ്. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 350 to 470 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലും അതുപോലെ തന്നെ ഏതും ഫോം ചെയ്യും? കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ കിട്ടുന്ന നിക്കൽ എന്ത് നിക്കലായിരിക്കും? പ്യൂർ ആയിട്ടുള്ള നിക്കലായിരിക്കും. This process is called what? Mond's process for refining of nickel. So എന്താണ് Mond's process എന്ന് പറയുന്നത്? എന്തിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? നിക്കലിനെ പ്യൂരിഫൈ ചെയ്യാൻ. എങ്ങനെ ചെയ്യാം? നിക്കൽ ഈസ് ഹീറ്റഡ് ഇൻ എ സ്ട്രീം ഓഫ് കാർബൺ മോണോക്സൈഡ്. നിക്കലിനെ കാർബൺ മോണോക്സൈഡ് സ്ട്രീമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു.
അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നിക്കൽ കാർബണൈൽ എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ കോംപ്ലക്സ് നമുക്ക് അവിടെ കിട്ടും. ആ നിക്കൽ കാർബണൈൽ NaCO4 എന്ന് പറയുന്ന നിക്കൽ കാർബണൈൽ പെട്ടെന്ന് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്യും. കാരണം അതെന്താ? ഒരു വോളട്ടൈൽ കോംപ്ലക്സ് ആണ്. അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് ഏകദേശം 350 to 470 കെൽവിനിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലും കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. സോ ഇവിടത്തെ നിക്കൽ എന്ന് പറയുന്നത് എന്ത് നിക്കലായിരിക്കും? പ്യുവർ ആയിട്ടുള്ള നിക്കലായിരിക്കും കിട്ടുക. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്? മോൺസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ അതിന്റെ നോട്ട് എഴുതി വെച്ചോളൂ. ഹെഡിങ് കൊടുക്കുക, മോൺസ് പ്രോസസ് ഫോർ റിഫൈനിങ് ഓഫ് നിക്കൽ. മോൺസ് പ്രോസസ് ഫോർ റിഫൈനിങ് ഓഫ് നിക്കൽ. ഓക്കെ, എന്നിട്ട് എഴുതിക്കോളൂ. In this process nickel is heated. In this process nickel is heated. Nickel is heated in a stream of, in a stream, STREAM, in a stream of carbon monoxide, forming a volatile complex, ഇതിനെ നിക്കൽ ടെട്രാകാർബണൈൽ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഫോമിങ് എ വോളട്ടൈൽ കോംപ്ലക്സ്, നിക്കൽ ടെട്രാകാർബണൈൽ. ഫോമിങ് എ വോളട്ടൈൽ കോംപ്ലക്സ്, നിക്കൽ ടെട്രാകാർബണൈൽ. ഇക്വേഷൻ എഴുതിച്ചോളൂ. Ni+4CO gives 338-350 കെൽവിൻ NiCO4 എന്ന് എഴുതുക. അതിന്റെ ബ്രാക്കറ്റിൽ നിക്കൽ ടെട്രാകാർബണൈൽ വോളട്ടൈൽ കോംപ്ലക്സ് ആണെന്നൊക്കെ കാണിക്കും. ഓക്കെ, എന്നിട്ട് അടുത്ത ലൈനിൽ എഴുതുക, ദിസ് നിക്കൽ ടെട്രാകാർബണൈൽ further heated to 350 to 470 Kelvin. 350 to 470 Kelvin gives pure nickel. Okay, so this is Mond's process for refining of nickel. കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ വാൻ ആർക്കൽ മെത്തേഡ്. ഒന്നാമത്തെയാണ് ഏത്? വാൻ ആർക്കൽ മെത്തേഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് സിർക്കോണിയം ഓർ ടൈറ്റാനിയം. രണ്ടാമത്തെ മോൺസ് പ്രോസസ് ഫോർ റിഫൈനിങ് ഓഫ് എന്ത്? നിക്കൽ. വാൻ ആർക്കൽ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തത്? ഏറ്റവും ആദ്യം നമ്മൾ സിർക്കോണിയം ആരുമായിട്ട് ഹീറ്റ് ചെയ്തു? അയഡിനുമായിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വോളട്ടൈൽ കോംപ്ലക്സ് ഉണ്ടായി, ZrI4. അതിന് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്തു. എന്ത് ചെയ്തിട്ട്? ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ഒരു ആർക്കിന് 1800 കെൽവിൻ ടെമ്പറേച്ചറിൽ. അപ്പൊ അത് വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് സിർക്കോണിയം കിട്ടി. മോൺ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്തത്? നിക്കൽ ഈസ് ഹീറ്റഡ് ഇൻ എ സ്ട്രീം ഓഫ് കാർബൺ മോണോക്സൈഡ് ഫോമിങ് എ വോളട്ടൈൽ കോംപ്ലക്സ്. എന്ത് കിട്ടി? നിക്കൽ ടെട്രാകാർബണൈൽ NiCO4. ആ 338-350 കെൽവിൻ. ആ നിക്കൽ ടെട്രാകാർബണൈൽ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്തു ഏകദേശം 350 to 470 കെൽവിന്റെ. അപ്പൊ എന്തുണ്ടായി? അത് വീണ്ടും ഡീകമ്പോസ് ചെയ്തു. ആര്? നിക്കൽ ടെട്രാകാർബണൈൽ വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലും കാർബൺ മോണോക്സൈഡും ആയിട്ട് മാറി.
So this method is called Moulds process. അപ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിഫൈനിങ്ങിൽ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു, വേപ്പർ ഫേസ് റിഫൈനിങ്ങിന്റെ വാൻ ആർക്കലും Moulds പ്രോസസ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച റിഫൈനിങ്ങിന്റെ മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? റിഫൈനിങ്ങിന്റെ മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ പഠിച്ചത് ഡിസ്റ്റിലേഷൻ, രണ്ടാമത്തെ വീണ്ടും വീണ്ടും ഓർത്ത് വെക്കുക, റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, ലിക്വേഷൻ, മൂന്നാമത്തെ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്, നാലാമത്തെ സോൺ റിഫൈനിങ്, അഞ്ചാമത്തെ വേപ്പർ ഫേസ് റിഫൈനിങ്, ആറാമത്തെയാണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. സോ ഇതിലത്തെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോണത് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിലല്ല, നമുക്ക് വേറെ ചാപ്റ്റർ വരുന്നത് സർഫസ് കെമിസ്ട്രി, അതിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് പറയാം. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് നമ്മുടെ റിഫൈനിങ്ങിലെ അവസാനത്തെ മെത്തേഡാണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതില് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. സർഫസ് കെമിസ്ട്രി, അതിലത്തെ രണ്ട് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഈ പറയുന്ന ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ അപ്പോൾ പഠിക്കും. ജസ്റ്റ് ഒന്ന് പറയാം. ഉദാഹരണമായിട്ട് രണ്ട് വാക്കുകളുണ്ട്, അബ്സോർപ്ഷൻ അതുപോലെ അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷനും അതുപോലെ തന്നെ അഡ്സോർപ്ഷനും ശരിക്കും ഒരു ലെറ്ററേ മാറ്റുള്ളൂ. AB അബ്സോർപ്ഷൻ, AD അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതായത് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ചിന്റെ ഒരു കഷ്ണം എടുത്ത് വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഫുള്ള് വെള്ളം സ്പോഞ്ചിന്റെ എല്ലാ ഉള്ളിലേക്കും, ആ സ്പോഞ്ചിന്റെ ബോർഡർ ഉള്ളിലേക്ക് മുഴുവൻ വെള്ളം കയറില്ലേ? അതാണ് ഇത് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പോ അഡ്സോർപ്ഷൻ എന്താ പറഞ്ഞത്? അബ്സോർപ്ഷൻ എന്താന്ന് പറഞ്ഞത്? ഒരു സ്പോഞ്ച് എടുത്ത് നിങ്ങൾ വെള്ളത്തേക്ക് മുക്കി കഴിഞ്ഞാൽ സ്പോഞ്ചിന്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് കയറും? വെള്ളം കയറും. അതായത് ആ ബോഡിയുടെ ഉള്ളിലേക്ക്, സ്പോഞ്ചിന്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കയറും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് വാട്ട്? അബ്സോർപ്ഷൻ. ഓക്കെ, നേരെ മറിച്ച് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഡെസ്ക്, നമ്മുടെ ഡെസ്ക് എന്ത് വിചാരിച്ചോ, ടീച്ചർ ചോക്ക് വെച്ചിട്ട് ക്ലാസ് എടുക്കുകയാണ്. ആ ചോക്കപ്പൊടികൾ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡെസ്കിന്റെ മുകളിൽ മാത്രം എന്ത് ചെയ്യും? വന്നറിയും. ആ ചോക്കപ്പൊടി എന്ന് പറയുന്നത് ഈ ഡെസ്കിന്റെ, ഈ മരത്തിന്റെ, ഈ വെച്ചിരിക്കുന്നതിന്റെ ഉള്ളിലേക്ക് മുഴുവൻ കയറും? ഇല്ല. അത് ആ ഡെസ്കിന്റെ സർഫസിൽ മാത്രമല്ലേ നിലനിൽക്കുള്ളൂ. ആ സർഫസിൽ മാത്രം വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്സോർപ്ഷൻ. എന്താ വിളിക്കാം? അഡ്സോർപ്ഷൻ. അപ്പൊ ഒരു പ്രാവശ്യം കൂടി പറയാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ച് ഇങ്ങനെ മനസ്സിലാക്കി, എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്പോഞ്ച് എടുത്ത് നിങ്ങൾ വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഏതാണ്? അബ്സോർപ്ഷൻ ആണ്. അതൊരു ബൾക്ക് ഫിനോമിനനാണ്. എന്ത് ഫിനോമിനനാണ്? ബൾക്ക് ഫിനോമിനനാണ്. അതായത് ആ ബോഡിയുടെ ഉള്ളിലേക്ക് മുഴുവനായിട്ടും നടക്കുന്ന ഫിനോമിനനാണ് ഇത് അബ്സോർപ്ഷൻ. നേരെ മറിച്ച് നമ്മുടെ ഈ ചോക്കപ്പൊടിയുടെ കേസ് എടുത്തോ, ചോക്കപ്പൊടി വന്നിട്ട് ഡെസ്കിന്റെ സർഫസിന് മാത്രമാണെന്ന് അറിയാം. സർഫസിന് മാത്രമേ എന്നറിയുള്ളൂ, ബോഡിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ബൾക്കിലേക്ക് പോവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഭാസമാണ് ഇത് അഡ്സോർപ്ഷൻ. അതൊരു ബൾക്ക് ഫിനോമിനൻ അല്ല. അതെന്താണ്? സർഫസ് ഫിനോമിനൻ. എന്താ വിളിക്കുക? സർഫസ് ഫിനോമിനൻ. ഓക്കെ, അപ്പോ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനനാണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ഫിനോമിനനാണ്? ബൾക്ക് ഫിനോമിനനാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സർഫസ് ഫിനോമിനൻ ഇത് ഒരു ബൾക്ക് ഫിനോമിനനാണ്. സർഫസിന് മാത്രം വന്നെന്നറിയുകയാണെങ്കിൽ അത് അഡ്സോർപ്ഷൻ. ബോഡിയുടെ ഉള്ളിൽ അതായത് ബൾക്ക് മുഴുവനാണെങ്കിൽ അതേതാണ്? അബ്സോർപ്ഷൻ. നമ്മുടെ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയാൽ നടക്കുന്നത് അബ്സോർപ്ഷൻ. ചോക്കപ്പൊടി വന്ന് ഡെസ്കിന്റെ മുകളിൽ വന്ന് പറയുന്നത് ഏതാ? അഡ്സോർപ്ഷൻ. സോ നമുക്ക് ഇതിലെ അബ്സോർപ്ഷൻ അല്ല, എക്സോർപ്ഷൻ എന്ന് പറയുന്ന ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ മെറ്റൽസിനെ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഏത് പ്രതിഭാസമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്?
നമ്മുടെ സർഫസ് ഫിനോമിനൻ ആയിട്ടുള്ള അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സർഫസ് കെമിസ്ട്രിയുടെ അതിനോടൊപ്പം പറയാം. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്സോർപ്ഷൻ ടെക്നിക്കാണ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഫിനോമിനൻ. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് സർഫസ് കെമിസ്ട്രിയിൽ പറയാം. ഇത് 2-3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പേപ്പർ ക്രോമാറ്റോഗ്രാഫി, പിന്നെ കോളം ക്രോമാറ്റോഗ്രാഫി, അതുപോലെ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. ഈ 3 ടൈപ്പിലും നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്? ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിൽ ഉപയോഗിക്കുന്ന 3 മെത്തേഡുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒന്ന് ഏതാ? പേപ്പർ ക്രോമാറ്റോഗ്രാഫി. 2 ഏതാ? കോളം ക്രോമാറ്റോഗ്രാഫി. 3 ഏതാ? ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. ഓക്കെ, സോ ഇതാണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിന്റെ 3 ടൈപ്പ്. ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സർഫസിൽ മാത്രം വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുക, ബോഡിയുടെ ഉള്ളിലേക്ക് കയറുക. ഓക്കെ, സോ നമ്മൾ മെറ്റലർജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞ 3 സ്റ്റേജുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, 3 റിഫൈനിങ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മെറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിഫൈനിങ്ങിന്റെ 6 മെത്തേഡുകൾ വൃത്തിയായി പഠിച്ചു. വാൻ ആർക്കൽ മെത്തേഡ്, മോൾസ് പ്രോസസ്സ്, അതുപോലെ തന്നെ വേപ്പർ ഫേസ് റിഫൈനിങ്, പിന്നെ ഇപ്പൊ പഠിച്ച ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഈ ഓരോ മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ശരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാം. നമ്മൾ ലൈവ് ക്ലാസ്സിൽ പോലെ നിങ്ങൾക്ക് മനസ്സിലായില്ല, വീണ്ടും ഒന്നുകൂടി പറയൂ എന്നുള്ളത് ചാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാവാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ.